Taxonomic categories of some common organisms. സുവോളജി എക്സാമിന് ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണിത്. ടാക്സോണമിക് കാറ്റഗറീസ് ഓഫ് സം കോമൺ ഓർഗാനിസംസ്. സുവോളജി പരീക്ഷയ്ക്ക് സാധാരണ മാനും ഹൗസ് ഫ്ലൈൻ്റെയും ഡീറ്റെയിൽസ് മാത്രമേ ചോദിക്കാറുള്ളൂ. മാംഗോ, വീറ്റ് ഒന്നും ചോദിക്കാറില്ല. മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചോദിക്കാറില്ല. ഇനി നമുക്ക് ടാക്സോണമിക് കാറ്റഗറീസിലേക്ക് കടക്കാം. അതിലൊന്നാമത്തതാണ് മാൻ. മാൻ എന്ന് പറയുന്നത് കോമൺ നെയിമാണ്. ബയോളജിക്കൽ നെയിം ഹോമോസാപ്പിയൻസ്. ഇനി നമുക്ക് റൈറ്റ് എൻഡിൽ നിന്ന് തുടങ്ങാം. ദാറ്റ് ഈസ് ഫസ്റ്റ് കിങ്ഡം ആണ്, കിങ്ഡം അനിമാലിയ. അപ്പോൾ അതിവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല, കാരണം നമ്മൾ സുവോളജിയാണ്. ഇപ്പോൾ കിങ്ഡം ആനിമാലിയ ആൻഡ് കിങ്ഡം പ്ലാന്റി, ഈ രണ്ട് കിങ്ഡംസാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. കിങ്ഡം പ്ലാന്റിയും ബാക്കിയുള്ള കിങ്ഡംസൊക്കെ ബോട്ടണിയിലാണ് പഠിക്കാനുള്ളത്. കിങ്ഡം അനിമാലിയ. ഫൈലം കോർഡേറ്റ. ബോട്ടണിയിൽ ഫൈലത്തിൻ്റെ പകരം ഡിവിഷൻ ആണ് പറയാറുള്ളത്. ഫൈലം കോർഡേറ്റ. ക്ലാസ് മമേലിയ. ഓർഡർ അല്ലെങ്കിൽ കൊഹോർട്ട് എന്ന് കൂടി പറയും, പ്രൈമേറ്റ. ഫാമിലി ഹോമിനിഡേ. ജനേറ ഹോമോ. പിന്നെ സ്പീഷീസ് സാപ്പിയൻസ്. അതിവിടെ ഒരു കോളം ഇല്ല, അത്രയേ ഉള്ളൂ. പക്ഷേ സ്പീഷീസ് ആണ് അടുത്ത കോളം, അപ്പോൾ അത് സാപ്പിയൻസ്. അങ്ങനെയാണ് ബയോളജിക്കൽ നെയിം പൂർണ്ണമായും ഹോമോ സാപ്പിയൻസ് എന്ന് ആവുന്നത്. സോ മാൻ, സയൻറ്റിഫിക് നെയിം ഹോമോ സാപ്പിയൻസ്. ഇനി നിങ്ങൾക്ക് കാണുമ്പോൾ റൈറ്റ് എൻഡ് ആണെങ്കിലും ശരിക്കും പേജ് വൈസ് നോക്കുമ്പോൾ അത് ലെഫ്റ്റ് എൻഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് എൻഡിലേക്ക് നോക്കും. പക്ഷെ നമ്മൾ പേജിലേക്ക് നോക്കുമ്പോൾ ആക്ച്വലി അത് ലെഫ്റ്റ് എൻഡ് ആണ്. ഓക്കെ, അപ്പോൾ കിങ്ഡം അനിമാലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ പ്രൈമേറ്റ, ഫാമിലി ഹോമിനിഡേ, ജനേറ ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഹൗസ് ഫ്ലൈ, ഈച്ച. ബയോളജിക്കൽ നെയിം ഇസ് മസ്ക ഡൊമസ്റ്റിക്ക. മസ്ക ഡൊമസ്റ്റിക്ക. ഇനി നമുക്ക് ലെഫ്റ്റ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് കിങ്ഡം അനിമാലിയ, ഫൈലം ആർത്രോപോഡ, ക്ലാസ് ഇൻസെക്റ്റ, ഓർഡർ ദിപ്റ്റീറ, ഫാമിലി മസ്കിഡേ, ജനേറ മസ്ക ആൻഡ് സ്പീഷീസ് ഇസ് ഡൊമസ്റ്റിക്ക. ഒന്നും കൂടെ പറയാം. കിങ്ഡം അനിമാലിയ, ഫൈലം ആർത്രോപോഡ, ക്ലാസ് ഇൻസെക്റ്റ, ഓർഡർ ദിപ്റ്റീറ, ഫാമിലി മസ്കിഡേ, ജനേറ മസ്ക and species domestica, and so the biological name is Musca domestica. ഇനി അടുത്ത രണ്ടെണ്ണം. മാംഗോ. ഫൈലം ആൻജിയോസ്പെർമേ, അതിനു മുമ്പ് കിങ്ഡം പ്ലാന്റേ. അപ്പോൾ ഇവിടെ ഫൈലത്തിൻ്റെ പകരം ഡിവിഷൻ എന്ന് പറഞ്ഞു. സോ ഡിവിഷൻ ഇസ് ആൻജിയോസ്പെർമേ. ക്ലാസ് ഇസ് ഡൈകോട്ടിലിഡനെ. ഓർഡർ Sapindales. Family Anacardiaceae. Genera Mangifera. Biological name becomes Mangifera indica. The species name is indica. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഡിവിഷൻ ആൻജിയോസ്പെർമേ, ക്ലാസ് ഡൈകോട്ടിലിഡനെ, ഓർഡർ സാപ്പിൻഡേൽസ്, ഫാമിലി Anacardiaceae, Genera Mangifera, species Indica, biological name Mangifera indica. The last one is wheat. Kingdom Plantae, phylum Angiospermae, class Monocotyledone, order Poales, family Poaceae, genera Triticum, species Aestivum,
ബയോളജിക്കൽ നെയിം ട്രിറ്റിക്കം എസ്റ്റീവ. ഒന്നും കൂടെ പറഞ്ഞുതരാം. കിങ്ഡം പ്ലാന്റേ, ഡിവിഷൻ ആൻജിയോസ്പെർമേ, ക്ലാസ് മോണോകോട്ടിലിഡനെ, ഓർഡർ പോയേൽസ്, ഫാമിലി പോയേസിയേ, ജനേറ ട്രിറ്റിക്കം, സ്പീഷീസ് എസ്റ്റീവം, ബയോളജിക്കൽ നെയിം ബിക്കംസ് ട്രിറ്റിക്കം എസ്റ്റീവ. അപ്പോൾ ഈ ടേബിൾ ഇങ്ങനെ തന്നെ ചോദിക്കാം, ചിലപ്പോൾ ഫ്ലോ ചാർട്ട് രൂപത്തിൽ ചോദിക്കാം. നമ്മൾ നേരത്തെ ആ ടാക്സോണമിക് ഹയറാർക്കി അതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ ചോദിക്കാം. ചിലപ്പോൾ ജംബിൾഡപ്പായി ചോദിക്കാം, ഓർഡർ തെറ്റി ചോദിക്കാം, മിസ്സിംഗ് ലിങ്ക്സ് ചോദിക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം നല്ല തറവായിട്ട് പഠിക്കുക. ദെൻ കംസ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ടൂൾസ് അല്ലെങ്കിൽ ഡിവൈസസ്, സഹായികൾ. അപ്പോൾ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ടാക്സോണമിക്കൽ സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില എയ്ഡ്സ്, അതായത് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ഇതാണല്ലോ ടാക്സോണമിയിൽ ഉൾപ്പെടുന്ന ചില സ്റ്റേജസ്. 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ്: ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഇത് പ്ലാന്റ്സിനും ചെയ്യുന്നുണ്ട്, ആനിമൽസിനും ചെയ്യുന്നുണ്ട്. സോ ഇതിനു വേണ്ടി സഹായിക്കുന്ന എയ്ഡ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. ദ എയ്ഡ്സ് വിച്ച് ഹെൽപ്പ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ, classification and nomenclature of both plants and animals are known as taxonomical aids. ഇനി ചില ഇമ്പോർട്ടൻറ്റ് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഹെർബേറിയ, ബൊട്ടാനിക്കൽ ഗാർഡൻസ്, മ്യൂസിയംസ്, zoological parks and key. They are repositories of information useful for taxonomical studies. റീപോസിറ്ററീസ് എന്ന് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. റീപോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ പ്ലേസസ് ഫോർ കീപ്പിംഗ് തിങ്സ് സേഫ്. അതായത് ചില കാര്യങ്ങൾ, പ്രകൃതിയുടെ ചില തെളിവുകൾ, അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെൻറ്റ്, നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടായ ചില ജീവികളുടെ പ്രൂഫ്, ഇത് സൂക്ഷിച്ച് വെക്കാനുള്ള സ്ഥലങ്ങളാണ് റീപോസിറ്ററീസ്. അങ്ങനത്തെ ചില സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ ടാക്സോണമിക്കൽ എയ്ഡ്സ്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ സൂക്ഷിച്ചൊരു സ്ഥലത്ത് വയ്ക്കുന്നു. ഫോർ വാട്ട്? ഫോർ ടാക്സോണമിക്കൽ സ്റ്റഡീസ്, ഫോർ ഫ്യൂച്ചർ സ്റ്റഡീസ്, ഫോർ റിസർച്ചസ്. ഇതിനൊക്കെ നമ്മൾ ഈ സൂക്ഷിച്ച് വെച്ച തിങ്സ്, അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. So they are called repositories, places for keeping things safe, places for keeping useful information safe, the information used for taxonomical studies. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പ്രിസേർവ്ഡ് സ്പെസിമെൻസ് എവിടെയാണ് കാണുക? ഹെർബേറിയ ആൻഡ് മ്യൂസിയംസ്. ലൈവ് സ്പെസിമെൻസ് എവിടെയാണ് കാണുക? ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആൻഡ് സുവോളജിക്കൽ പാർക്സ്. സ്ഥിരമായ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ചോദ്യം. പ്രിസേർവ്ഡ് സ്പെസിമെൻസ്, ഹെർബേറിയ ആൻഡ് മ്യൂസിയംസ്. ലൈവ് സ്പെസിമെൻസ്, ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആൻഡ് സുവോളജിക്കൽ പാർക്സ്. പ്രിസേർവ്ഡ് സ്പെസിമെൻസ് പറഞ്ഞാൽ ഡെഡ് സ്പെസിമെൻസ് ആണ്. ഡെഡ് ആയിട്ടുള്ള സ്പെസിമെൻസ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നൊരു സ്ഥലമാണ് ഹെർബേറിയം, മ്യൂസിയംസും. ലൈവ് സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളവയെ നമ്മൾ സംരക്ഷിക്കുകയാണ്. വി ആർ പ്രൊട്ടക്റ്റിംഗ് ദം. നല്ല എൻവയൺമെൻറ്റ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എൻവയൺമെൻറ്റ്, ദാറ്റ് ഈസ് ഏകദേശം സിമിലർ ടു ദ നാച്ചുറൽ ഹാബിറ്റാറ്റ്. ജീവികളെ കാണുന്ന ആ ഒരു നാച്ചുറൽ ഹാബിറ്ററ്റ്, അവർ ഏത് സിറ്റുവേഷനിലാണ് അവരെ കാണാറുള്ളത്, അല്ലെങ്കിൽ ഏത് ഹാബിറ്റാറ്റിലാണ് അവർ വസിക്കാറുള്ളത്, ആ ഹാബിറ്റാറ്റിനെ ഏകദേശം റീക്രിയേറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, കൺസേർവ് ചെയ്യണം.
അങ്ങനത്തെ ലൈവ് സ്പെസിമെൻസിനെ കാണുന്ന സ്ഥലമാണ് ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആൻഡ് സുവോളജിക്കൽ പാർക്സ്. ഇനി ഫസ്റ്റ് ടാക്സോണമിക്കൽ എയ്ഡ് നമുക്ക് നോക്കാം. ഹെർബേറിയം. Herbarium. A herbarium is defined as storehouse of collected plant specimens which have been dried, pressed, preserved on herbarium sheets and arranged in the sequence of a universally accepted system of classification. എന്താ മനസ്സിലായോ? അതായത് ഒരു സ്റ്റോർ ഹൗസാണ്, ഒരു കലവറയാണ്. എന്തിൻ്റെ സ്റ്റോർ ഹൗസാണ്? കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ്. നമ്മൾ മാനുവലി പ്ലാന്റ് സ്പെസിമെൻസ് അല്ലെങ്കിൽ പ്ലാന്റ്സിനെ നമ്മൾ കളക്ട് ചെയ്യാൻ പോകണം. അങ്ങനത്തെ കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസിൻ്റെ സ്റ്റോർ ഹൗസ്. ഇനി ആ പ്ലാന്റ് സ്പെസിമെൻസ് കളക്ട് ചെയ്ത ഉടനെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കില്ല. അതിന് ചില പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യണം. എന്തെല്ലാം ചെയ്യണം? ഡ്രൈ, പ്രസ് ആൻഡ് പ്രിസേർവ് ഓൺ ഹെർബേറിയം ഷീറ്റ്സ്. ആദ്യം ഉണക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ആലിൻ്റെ ഇല, നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്. ആലിൻ്റെ ഇല നമ്മൾ നോട്ട് പുസ്തകത്തിൻ്റെ ഇടയിൽ വെക്കും. ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും ആലിൻ്റെ ഇല ചിത്രം വരച്ച പോലെ ആയിട്ടുണ്ടാവും. കുറച്ച് ഡിം കളറായിട്ടുണ്ടാവും. വെയിൻസൊക്കെ നന്നായി കാണാൻ തുടങ്ങും അല്ലേ? ഏകദേശം ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത പോലെ ഉണ്ടാവും. അതാണ് നമ്മുടെ ഹെർബേറിയം. അതേപോലെ നമ്മൾ വല്ല പ്ലാന്റ് സ്പെസിമെൻസ് അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളതോ റെയർ ആയിട്ടുള്ളതോ ഇവിടെ എങ്ങും കാണാത്ത പ്ലാന്റ് സ്പെസിമെൻസ് നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഫസ്റ്റ് ഡ്രൈയിങ്. നമ്മൾ അതിനെ ഉണക്കും. വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല. എന്താ ചെയ്യേണ്ടതറിയോ? ന്യൂസ് പേപ്പറിൻ്റെ ഇടയിൽ ഈ ചെടിയെ നമ്മൾ ഫ്ലാറ്റാക്കി, ദാറ്റ് ഈസ് ഏകദേശം അതിൻ്റെ കമ്പും ഇലയും പൂവും കായും ഏകദേശം എല്ലാം ഉള്ളൊരു കമ്പ് കിട്ടിയാൽ ഏറ്റവും ഉത്തമം. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പ് വെച്ച് നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ ഇടയിൽ വെച്ച് നല്ല വെയിറ്റ് ആയിട്ടുള്ള പെട്ടികളോ എന്തെങ്കിലും വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ പുറത്ത് കയറ്റി വയ്ക്കണം. ഏകദേശം 2 days 2 ദിവസം കൂടുമ്പോൾ ഈ ന്യൂസ് പേപ്പർ ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും. അബ്സോർബ് ചെയ്തതാണല്ലോ ഈ ന്യൂസ് പേപ്പർ, വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. അങ്ങനെ 2 days കൂടുമ്പോൾ ന്യൂസ് പേപ്പർ മാറ്റിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം ആകുമ്പോഴേക്കും ഫുള്ളായി വാട്ടർ പോകും. ഫുള്ളായി മുഴുവനായും വെള്ളം വലിച്ചെടുത്ത് ഏകദേശം ഒരു ഉണങ്ങാറായ ഒരു പരുവം. വീണ്ടും അതിനെ പ്രസ് ചെയ്യണം. ഏകദേശം കുറച്ചുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഏകദേശം ഫുള്ളായി ഉണങ്ങിയൊരു രൂപത്തിൽ. ഫംഗസ് വരാൻ പാടില്ല. ഫംഗസ് വന്നാൽ ഏകദേശം ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും. അതൊന്നിനും കൊള്ളില്ല. അപ്പം ആദ്യം ഉണക്കണം, പ്രസ് ചെയ്യണം. പിന്നെയാണ് ലാസ്റ്റ് സ്റ്റേജ്, അതായത് ഫെവിക്കോൾ ഉപയോഗിച്ച് നമ്മൾ വലിയൊരു ഹെർബേറിയം ഷീറ്റ് ഉണ്ട്, നല്ല കട്ടിയുള്ളൊരു ഷീറ്റാണ്. A4 സൈസിൽ നിന്ന് കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവും, പക്ഷെ കുറച്ചുകൂടി കട്ടി കൂടിയതായിരിക്കും. അതായത് ഈ കേക്കൊക്കെ പാക്ക് ചെയ്യുന്ന പെട്ടിയിൽ ഏകദേശം ആ ഒരു ടെക്സ്ചറായിരിക്കും ഹെർബേറിയം ഷീറ്റിന്. ഈ ഹെർബേറിയം ഷീറ്റിൽ താഴെ റൈറ്റ് കോർണറിൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടാവും. അതായത് നെയിം ഓഫ് ദ കളക്ടർ, നെയിം ഓഫ് ദ പ്ലാന്റ്, നെയിം ഓഫ് ദ സ്പീഷീസ്, ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് കളക്ഷൻ അല്ലെങ്കിൽ സോയിൽ ടെക്സ്ചർ. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ എൻ്റർ ചെയ്യണം. ഈ ഹെർബേറിയം ഷീറ്റിൽ ഫെവിക്കോൾ ഉപയോഗിച്ച് നമ്മൾ ആ കമ്പ്, ഉണക്കി സൂക്ഷിച്ച കമ്പിനെ നമ്മൾ പതുക്കെ ഒട്ടിക്കുന്നു. ദെൻ പ്രിസർവ്, ലാമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇതാണ് ഒരു ഹെർബേറിയം ഷീറ്റ്. ഇത് ഒരു ഹെർബേറിയം ഒരു സ്റ്റോർ ഹൗസിൽ സാധാരണ വലിയ ചിലവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്സ് ആണ് ഉള്ളത്. ഈ ഹെർബേറിയം ഷീറ്റുകൾ സ്റ്റോർ ചെയ്യാൻ വലിയ 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 കെട്ടിടങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ ഈ ക്ലാസിഫിക്കേഷനനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ ചില റൂൾസ് ഉണ്ട്. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ക്ലാസിഫൈ ചെയ്യാൻ ചില ക്രൈറ്റീരിയ ഹോൾ വേൾഡിലൊന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സലായിട്ട് ഒരു സിസ്റ്റം അംഗീകരിച്ചിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ ഈ ഹെർബേറിയം ഷീറ്റുകളെല്ലാം ഓർഡർ പ്രകാരം എടുത്തു വയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തിരയാൻ ബുദ്ധിമുട്ടായിരിക്കും.
ഓർഡർ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ലൈബ്രറിയിൽ പോയാൽ പുസ്തകങ്ങൾക്ക് നമ്മൾ ഓരോ ഷെൽഫാക്കി വെക്കും. കബോർഡ് നമ്പർ ഉണ്ടാവും, ഷെൽഫ് നമ്പർ ഉണ്ടാവും, ബുക്ക് നമ്പർ ഉണ്ടാവും. അപ്പോൾ രജിസ്റ്ററിൽ ഇന്ന ബുക്ക് ഏതാ നമ്പർ എന്ന് ചോദിച്ചാൽ ആ നമ്പർ നോക്കിയാൽ മതി, ആ ബുക്ക് അവിടെ തന്നെ ഉണ്ടാവും, ആ പൊസിഷനിൽ നോക്കിയാൽ ഉണ്ടാവും. അതേപോലെയാണ് ഹെർബേറിയത്തിൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഒരു ഹെർബേറിയം. കാരണം ട്രോളീസൊക്കെ കണ്ട് ഹെർബേറിയം ഷീറ്റുകൾ എടുത്തു വെക്കാനും കൊണ്ടുപോകാനും ഇത് ഓരോ കബോർഡ്സിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിരിക്കുകയാണ് ഹെർബേറിയം ഷീറ്റുകൾ. ഇതൊരു ബിൽഡിങ്ങിനകത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ചെറിയൊരു ഡയഗ്രമാറ്റിക് സ്കെച്ചാണ്. Herbarium showing stored specimens. The herbarium sheets also carry a label providing information. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹെർബേറിയം ഷീറ്റിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക? ഒരു ലേബൽ ഉണ്ടാവും, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ. എന്തിനെക്കുറിച്ചൊക്കെ ഇൻഫർമേഷൻ? ഡേറ്റ് ഓഫ് കളക്ഷൻ, പ്ലേസ് ഓഫ് കളക്ഷൻ, പിന്നെ ഇംഗ്ലീഷ്, ലോക്കൽ ആൻഡ് ബൊട്ടാനിക്കൽ നെയിംസ്, അതായത് ആ ചെടിയുടെ സയൻറ്റിഫിക് നെയിമും ലോക്കൽ നെയിമും, അതായത് നാട്ടിൻപുറത്ത് വിളിക്കുന്ന പേരും, പിന്നെ ഇംഗ്ലീഷിലുള്ള അതിൻ്റെ പേരും, പിന്നെ അതിൻ്റെ ഫാമിലി, സ്പീഷീസ്, പിന്നെ നെയിം ഓഫ് ദ കളക്ടർ, നെയിം ഓഫ് ദ പ്ലേസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആ ലേബലിൽ നമ്മൾ എഴുതണം. ദ ലേബൽ ഇസ് പേസ്റ്റഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ് കോർണർ. പറഞ്ഞില്ലേ, വലതുവശത്താണ് ഇത് കാണാം. റൈറ്റ് ഹാൻഡ് കോർണർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഹെർബേറിയം ഷീറ്റ്. അപ്പോൾ ഏറ്റവും താഴെ റൈറ്റ് എൻഡിലാണ് ഹെർബേറിയം ഷീറ്റിൻ്റെ കാണാം. അപ്പോൾ ലേബലിൻ്റെ ഒരു ഡിസൈനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നെയിം, ഫാമിലി, ലൊക്കാലിറ്റി, ഡേറ്റ് ഓഫ് കളക്ഷൻ, നെയിം ഓഫ് കളക്ടർ. ഇത്രയും ഡീറ്റെയിൽസ് ഉള്ളൊരു ലേബൽ ഹെർബേറിയം ഷീറ്റിൽ റൈറ്റ് ഹാൻഡ് കോർണറിൽ ഉണ്ടാവും, വലതുവശത്ത് ഏറ്റവും താഴെയായിട്ടുണ്ടാവും. Information about the collected specimens is published in the form of a book called Flora. ഇപ്പോൾ ഫ്ലോറ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ആ ബുക്കിലാണ് കളക്ട് ചെയ്ത സ്പെസിമെൻസിൻ്റെ എല്ലാ ഇൻഫോർമേഷനും, എല്ലാ ഡീറ്റെയിൽസും, എല്ലാ വിവരങ്ങളും ഫ്ലോറ പറഞ്ഞൊരു ബുക്കിലാണ് ഉണ്ടാവുക. It gives a list of total plant species in a particular region together with a brief description of the same. അപ്പോൾ ഈ ഫ്ലോറ എന്നുള്ള ബുക്കിൽ എന്ത് ഡീറ്റെയിൽസാണ് ഉണ്ടാവുക? ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും. ഒരു പ്രത്യേക സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുന്നു, ആ സ്ഥലത്തെ, ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ്റെ എന്തെല്ലാം പ്ലാന്റ് സ്പീഷീസ് ഉണ്ടോ അതിൻ്റെ ഒരു ടോട്ടൽ ലിസ്റ്റ് തന്നെ ഉണ്ടാവും. കൂടാതെ ഓരോ പ്ലാന്റ് സ്പീഷീസിനെ കുറിച്ചുള്ളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനും ഉണ്ടാവും. അതായത് ചെറിയൊരു വിവരണം ഓരോ പ്ലാന്റ് സ്പീഷീസിനെ കുറിച്ചുണ്ടാവും. ഇറ്റ് ഗീവ്സ് എ ലിസ്റ്റ് ഓഫ് ടോട്ടൽ പ്ലാന്റ് സ്പീഷീസ് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ ടുഗെദർ വിത്ത് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സെയിം. ഒരു പ്രത്യേക സ്ഥലത്തെ എല്ലാ പ്ലാന്റ് സ്പീഷീസിൻ്റെയും ലിസ്റ്റും കൂടാതെ ചെറിയൊരു വിവരണവും ഫ്ലോറ എന്ന ബുക്കിൽ ഉണ്ടാവും. സം ഇമ്പോർട്ടൻറ്റ് ഫ്ലോറാസ് ഓഫ് ഇന്ത്യ. ഇപ്പം ഇന്ത്യയിലുള്ള ഫ്ലോറാസ് ഏതൊക്കെയാണ്? ഫ്ലോറ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ഫ്ലോറ ഓഫ് ഡൽഹി, ഫ്ലോറ ഓഫ് മദ്രാസ്, ഫ്ലോറ ഓഫ് ട്രാവൻകോർ. ഇതൊക്കെ ഒരു എക്സാമ്പിൾസാണ്, ഓർത്ത് വയ്ക്കണം കേട്ടോ. പിന്നെ വരുന്നതാണ് ദ ലാർജസ്റ്റ് ഹെർബേറിയം ഓഫ് ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹെർബേറിയമാണ് ഹെർബേറിയം ഓഫ് റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ അറ്റ് ക്യൂ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ക്യൂ എന്ന സ്ഥലത്താണ് റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ഹെർബേറിയം, ദ ലാർജസ്റ്റ് ഹെർബേറിയം. 1853 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഏകദേശം 60 ലക്ഷം പ്ലാന്റ്സ് ആണുള്ളത്, 6 ലക്ഷം ചെടികൾ. ദ ലാർജസ്റ്റ് ഹെർബേറിയം ഇൻ ഇന്ത്യ, സെൻട്രൽ നാഷണൽ ഹെർബേറിയം.
അതെവിടെയുള്ളത്? സെൻട്രൽ നാഷണൽ ഹെർബേറിയം ഉള്ളത് കൊൽക്കത്തയിലാണ്. കൽക്കട്ടയിൽ, പണ്ടത്തെ കൽക്കട്ട. ദാറ്റ് ഈസ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ അറ്റ് കൊൽക്കത്ത. ഇവിടെയാണ് ഏറ്റവും വലിയ ഹെർബേറിയം ഇന്ത്യയിലുള്ളത്. ദാറ്റ് ഈസ് സെൻട്രൽ നാഷണൽ ഹെർബേറിയം. ഇത് തുടങ്ങിയത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് 1787. ആൻഡ് ഏകദേശം 1,00,000 പ്ലാന്റ്സ് ആണുള്ളത്, സസ്യങ്ങളാണ് ഉള്ളത്. 1,00,000 ചെടികളുടെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. രണ്ടാമത്തെ ടാക്സോണമിക്കൽ എയ്ഡാണ് ബൊട്ടാനിക്കൽ ഗാർഡൻസ്. നമ്മൾ മൈസൂരും ഊട്ടിയൊക്കെ പോകുമ്പോൾ കാണുന്നതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻസ്. ഇനി നോക്കാം. ദി സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് ഹാവ് കളക്ഷൻ ഓഫ് ലിവിങ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ്. കണ്ടോ, ജീവനുള്ള സസ്യങ്ങളും ചെടികളും മരങ്ങളും ഒക്കെയാണ് ഈ സ്പെഷ്യലായിട്ട് നിർമ്മിച്ച ഗാർഡൻസിൽ, പൂന്തോട്ടങ്ങളിൽ ഉണ്ടാവുക. ഫോർ റെഫറൻസ്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാൻ, ടൂറിസ്റ്റുകാർക്ക് പഠിക്കാൻ, റിസർച്ചേഴ്സിന് പഠിക്കാൻ ഒക്കെയാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്ലാന്റ് സ്പീഷീസ് ഇൻ ദീസ് ഗാർഡൻസ് ആർ ഗ്രോൺ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസസ്. അപ്പോൾ ഈ പ്ലാന്റ് സ്പീഷീസൊക്കെ എന്തിനാണ് ഈ ഗാർഡൻസിലൊക്കെ വളർത്തി നമ്മൾ സംരക്ഷിക്കുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസസ് എന്ന് ഉദ്ദേശിച്ചത് ടാക്സോണമിക് സ്റ്റഡീസാണ്. അതായത് ഒരു റിസർച്ചർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവൻ്റ് ആണെങ്കിൽ, ആരോ ആയിക്കോട്ടെ, അവരുടെ കയ്യിലൊരു പ്ലാന്റ് സ്പെസിമെൻ കിട്ടി, അതേതാണെന്ന് അറിയില്ല. അപ്പോൾ അത് നമ്മളൊരു ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയാൽ അതേപോലത്തെ ഒരു പ്ലാന്റോ ട്രീയോ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓ, എൻ്റെ കയ്യിലുള്ളത് ഇതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസസ് എന്ന് ഉദ്ദേശിച്ചത്. ജനറലായിട്ട് പറയണമെങ്കിൽ ഫോർ ടാക്സോണമിക് സ്റ്റഡീസ്. ഈച്ച് പ്ലാന്റ് ഇസ് ലേബിൾഡ് ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് ബൊട്ടാനിക്കൽ ഓർ സയൻറ്റിഫിക് നെയിം ആൻഡ് ഇറ്റ്സ് ഫാമിലി. അപ്പോൾ ഓരോ പ്ലാന്റും ബൊട്ടാനിക്കൽ ഗാർഡനിൽ നോക്കിയാൽ ഓരോ പ്ലാന്റും അവിടെ ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സയൻറ്റിഫിക് നെയിമും ഉണ്ടാവും, അതിൻ്റെ ഫാമിലി പേരും സ്പീഷീസ് നെയിമും ഉണ്ടാവും. അതുമാത്രമല്ല, ചില ബൊട്ടാനിക്കൽ ഗാർഡൻസിൽ ഇങ്ങനത്തെ പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ് എവിടെയെല്ലാം കാണും. ഫേമസ് ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആണ് റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ അറ്റ് ക്യൂ ഇൻ ഇംഗ്ലണ്ട്, ലാർജസ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഓഫ് ദ വേൾഡ്. Then comes Indian Botanical Garden at Howrah in India. It is again the largest one in India. The second largest is National Botanical Research Institute, Lucknow. ഹൗറ എന്ന് പറയുന്ന സ്ഥലം കൊൽക്കത്തയിലാണ്. നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയതേ ഉള്ളൂ. ഇനി വരുന്നതാണ് മ്യൂസിയം. Museums have collections of preserved plant and animal specimens for study reference. Again, മ്യൂസിയം എന്ന് പറഞ്ഞ സ്ഥലം എന്തിനുള്ളതാണ്? പ്രിസേർവ് ചെയ്യാനാണ്. ദാറ്റ് ഈസ് എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സോ അനിമൽ സ്പെസിമെൻസ് ഉണ്ടെങ്കിൽ പ്രിസേർവ് ചെയ്യുന്ന സ്ഥലം, സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം, കുറേ കാലത്തോളം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് മ്യൂസിയം. എന്തിനു വേണ്ടിയിട്ടാണ് സൂക്ഷിക്കുന്നത്? ഫോർ സ്റ്റഡി റെഫറൻസ്. ദാറ്റ് ഈസ് റിസർച്ചേഴ്സ്, ഫോർ സ്കൂൾ സ്റ്റുഡൻസ്, ഫോർ പബ്ലിക്, ഫോർ ഹോം എവർ. അവർക്ക് വേണ്ടി പഠിക്കാനും റെഫർ ചെയ്യാനും കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും ഉള്ളതാണ് മ്യൂസിയം. Museums are generally set up in educational institutes such as schools and colleges. ഇപ്പോൾ ഇന്ത്യയിലും ചില സ്കൂളുകളിലൊക്കെ ചെറുതായിട്ട് മ്യൂസിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂൾസിലും ചില കോളേജുകളിലൊക്കെ നമുക്ക് കാണാം. Specimens are preserved in the containers or jars and preservative solutions. ഇപ്പോൾ ചില സ്പെസിമെൻസ്, ദാറ്റ് ഈസ് ഏകദേശം മീഡിയം ടു സ്മോൾ സൈസ് സ്പെസിമെൻസ്, ഗ്ലാസ് ജാറിലോ ഗ്ലാസ് കണ്ടെയ്നേഴ്സിലോ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്.
പ്രിസർവേറ്റീവ് സൊല്യൂഷനിലിട്ടിട്ടാണ് സൂക്ഷിച്ചു വെക്കാറുള്ളത്. സാധാരണ പ്രിസർവേറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോർമാലിനാണ്. ഏകദേശം 40% ഫോർമാലിൻ സൊല്യൂഷനിലാണ് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാറുള്ളത്. Plant and animal specimens may also be preserved as dry specimens. സാധാരണ ഡ്രൈ കോറൽസ് ആണ് ഡ്രൈ ജാർസിൽ, അതായത് ഫോർമാലിൻ സൊല്യൂഷൻ എന്ന പ്രിസർവേറ്റീവ് സൊല്യൂഷൻ ഇല്ലാതെ ഡ്രൈ ആയിട്ട് ഒരു ജാറിനകത്ത് പ്രിസർവ് ചെയ്ത് വയ്ക്കും. Insects are preserved in insect boxes after collecting, killing and pinning. ഇപ്പോൾ ഇൻസെക്ട്സിന് ആദ്യം കളക്ട് ചെയ്യുന്നു, ദെൻ ബൈ കില്ലിങ്, ദറ്റ് ഈസ് യൂസ് സാധാരണ ക്ലോറോഫോം ഉപയോഗിച്ച് ഒരു പഞ്ഞിയിൽ കുറച്ച് ക്ലോറോഫോം മുക്കി ഒരു പാക്കറ്റിലാണ് നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ ഇട്ട് വെച്ചാൽ മതി. ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും അത് മയങ്ങിപ്പോവും. അപ്പോൾ ആദ്യം നമ്മൾ ഇൻസെക്ട്സിനെ നെറ്റ് ഉപയോഗിച്ചിട്ടോ നമ്മൾ ഒരു ഡപ്പയിലാക്കി വയ്ക്കും. അതിൻ്റെ ഉള്ളിൽ ക്ലോറോഫോം മുക്കിയ പഞ്ഞി നമ്മൾ ആ ഡപ്പയിലിടും. അപ്പോൾ അത് മയങ്ങിപ്പോവും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഹെഡിനോ വിങ്സിനോ ഡാമേജ് വരുത്താതെ നമ്മൾ അതിൻ്റെ തൊറാക്സിൽ പിൻ ചെയ്യും. അപ്പോൾ കളക്റ്റിംഗ്, കില്ലിംഗ് ആൻഡ് പിന്നിങ്, ഈ 3 പ്രോസസ്സാണ് ഇൻസെക്റ്റ് പ്രിസർവേഷൻ ഉള്ളത്. ആൻഡ് ഇൻസെക്ട്സ് ആർ പ്രിസർവ്ഡ് ഇൻ ഇൻസെക്റ്റ് ബോക്സസ്. സാധാരണ ഒരു ഇൻസെക്റ്റ് ബോക്സ് എന്ന് പറയുന്നത് മരത്തിൻ്റെ പെട്ടിയാണ്. അതിൻ്റെ 4 മൂലയിലും കൂറഗുളിക ഇട്ട് വെക്കും, തെർമോക്കോൾ ഇട്ട് സ്റ്റഫ് ചെയ്ത് വെക്കും. എന്നിട്ട് ഓരോ ഇൻസെക്റ്റിൻ്റെയും പേര്, ദറ്റ് ഈസ് അതിൻ്റെ കോമൺ നെയിം, അതിൻ്റെ സയൻറ്റിഫിക് നെയിം, പിന്നെ സ്പീഷീസ് നെയിം, പിന്നെ ഫാമിലി, ഇത്രയും ഡീറ്റെയിൽസ് ആ ഇൻസെക്റ്റ് ബോക്സിൽ ഓരോ ഇൻസെക്റ്റിൻ്റെയും മുകളിൽ നമ്മൾ അല്ലെങ്കിൽ താഴെ അല്ലെങ്കിൽ സൈഡിലായിട്ട് നമ്മൾ വെക്കും. ലാർജർ ആനിമൽസ് ലൈക്ക് ബേർഡ്സ് ആൻഡ് മാമൽസ് are usually stuffed and preserved. ഇപ്പോൾ വലിയ ആനിമൽ, ഫോർ എക്സാമ്പിൾ ഡൈനോസോർസ്, എലിഫൻസ്, മാമത്സ്, പിന്നെ ഹ്യൂജ് ബേർഡ്സ്, ഇവയെല്ലാം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ സ്റ്റഫ് ചെയ്യുക. ഏകദേശം അതിൻ്റെ ഉള്ളിലത്തെ മാംസമൊക്കെ എടുത്ത് അതിൻ്റെ സ്കിൻ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്ത് ഉള്ളിൽ പ്ലാസ്റ്റർ ഓഫ് പാരിസ് വെച്ച് നമ്മൾ സ്റ്റഫ് ചെയ്യും ആൻഡ് പ്രിസർവ്ഡ്. Museums often have collections of skeletons of animals too. അപ്പോൾ ജുറാസിക് പാർക്ക് എന്ന ഫിലിം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ കണ്ടില്ലേ, ഡൈനോസോർസിൻ്റെ സ്കെലറ്റൻ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഡൈനോസോർസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നല്ലോ. കുറേ അനിമൽസിൻ്റെ സ്കെലറ്റൻസ്, അതേമാതിരി നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ റിലേറ്റഡ് സ്കെലറ്റൻസ്, ബോൺസ്, സ്കൾസ്, ഇതൊക്കെ ഒരുപാട് മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇത് 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുള്ള ചോദ്യമാണ് മ്യൂസിയം. അതായത് മ്യൂസിയം എന്തിനാണ്, എവിടേക്കാണ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് മ്യൂസിയത്തിൽ കാണുക, എങ്ങനെയൊക്കെയാണ് മ്യൂസിയത്തിൽ സൂക്ഷിക്കാറുള്ളത്, ഇത്രയും ഡീറ്റെയിൽസ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് സുവോളജിക്കൽ പാർക്സ്. These are places where live animals are maintained and allowed to breed. സുവോളജിക്കൽ പാർക്സിനെ മലയാളത്തിൽ ജന്തു സങ്കേതങ്ങൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ചെറിയ ഷോർട്ടായിട്ട് പറയണമെങ്കിൽ സൂ. ഇവിടെ ജീവനുള്ള ജന്തുക്കളെയാണ് സംരക്ഷിക്കാറുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യലായിട്ട് നാച്ചുറൽ ഹാബിറ്റേറ്റിനെ മിമിക് ചെയ്തുകൊണ്ട് ഒരു ഹാബിറ്റേറ്റ് നമ്മളവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ആനിമൽസിനവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ അവരെ കൺസേർവ് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നിട്ട് ബ്രീഡിങ്ങിനെ നമ്മൾ സഹായിക്കുകയാണ്, ഒരു സ്ഥലം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. These are places where live animals are maintained and allowed to breed. In these parks, animals are provided with conditions similar to the natural habitats. സാധാരണ ഒരു സൂ ആരൊക്കെയാണ് വിസിറ്റ് ചെയ്യുക? സ്കൂൾ കുട്ടികൾ വിസിറ്റ് ചെയ്യും, പബ്ലിക് വിസിറ്റ് ചെയ്യും, ടൂറിസ്റ്റുകാർ വിസിറ്റ് ചെയ്യും, റിസർച്ചേഴ്സ് വിസിറ്റ് ചെയ്യും, സയൻറ്റിസ്റ്റ് വിസിറ്റ് ചെയ്യും.
പിന്നെ ആനിമൽ സ്റ്റഡീസ് ഇൻട്രസ്റ്റ് ഉള്ളവർ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരാണ് ഈ സുവോളജിക്കൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോവാറുള്ളത്. Then comes taxonomic keys. Taxonomic key എന്ന് പറഞ്ഞാൽ അത് again is a tool or a device. ഇതിൽ ഒരു പ്രത്യേകം സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണത്. A key, a taxonomic key is a tool or a device by which each species in a group of organisms may be identified. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു സ്പീഷീസിനെ സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ടാക്സോണമിക് കീ. ചിലപ്പോൾ കീ എന്ന് മാത്രം പറയാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ എ ടാക്സോണമിസ്റ്റ് ടു ഹെൽപ്പ് അതർ ബയോളജിസ്റ്റ് ടു ഐഡൻറ്റിഫൈ ദ സ്പീഷീസ്. അപ്പോൾ ഒരു സ്പീഷീസിനെ തിരിച്ചറിയാൻ വേണ്ടി ഒരു ടാക്സോണമിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ടാക്സോണമിക് കീ. അത് മറ്റ് ബയോളജിസ്റ്റിന് കൂടി അത് സഹായകരമാകും. ടാക്സോണമിക് കീസ് ആർ ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ടാക്സോണമിക് കീസ് പ്രിപ്പയർ ചെയ്യുന്നത് കോൺട്രാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രസൻസ് ഓഫ് ഡ്രൂപ്പിംഗ് ഇയേഴ്സ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഇലോങ്ങേറ്റഡ് ഇയേഴ്സ്. ഡ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്ന ചെവി, അല്ലെങ്കിൽ നല്ല ഉയർത്തി വയ്ക്കുന്ന ചെവി, അല്ലെങ്കിൽ കണ്ണിൻ്റെ നോക്കുകയാണെങ്കിൽ ചെറിയ കണ്ണാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വലിയ കണ്ണാണ്. ഇനി അഥവാ കാലിൻ്റെ നോക്കുകയാണെങ്കിൽ ഹൂഫ്, അതായത് 3 ഹൂവ്ഡ് ആനിമൽസ് ഉണ്ടാവും, 2 ഹൂവ്ഡ് ആനിമൽസ് ഉണ്ടാവും, 3 ക്ലോഡ് ആനിമൽസ് ഉണ്ടാവും, 2 ക്ലോഡ് ആനിമൽസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ്. ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇല്ല, അല്ലെങ്കിൽ 2 ഉണ്ട്, 3 ഉണ്ട്, അല്ലെങ്കിൽ 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബിഗ് ഉണ്ട്, സ്മോൾ ഉണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ടിലാണ്, ബാക്കിലാണ്. അപ്പോൾ ഇങ്ങനത്തെ പല ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ്, കൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ടാക്സോണമിക് കീ പ്രിപ്പയർ ചെയ്യുന്നു. ഈ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ പറയുന്ന പേരാണ് കപ്ലെറ്റ്. ദ ക്യാരക്ടേഴ്സ് ഇൻ എ പെയർ ഇസ് കോൾഡ് എ കപ്ലെറ്റ്. ഒരു കപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജോഡി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ്. Separate taxonomic keys are required for each taxonomic category. അതായത് ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്ന ടാക്സോണമിക് കാറ്റഗറീസിനെ സെപ്പറേറ്റ് വെവ്വേറെ ടാക്സോണമിക് കീസാണ് ആവശ്യം. അതായത് ഫാമിലിക്ക് ഉപയോഗിക്കുന്ന ടാക്സോണമിക് കീ നമ്മൾക്ക് ഒരിക്കലും ജീനസിനോ സ്പീഷീസിനോ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഒരു ടാക്സോണമിക് കീ. ഇറ്റ് ഈസ് സ്പീഷീസ് സ്പെസിഫിക്. ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു യുണീക്ക് സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ. ബേസ്ഡ് ഓൺ കപ്ലെറ്റ്, ദാറ്റ് ഈസ് എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. പിന്നെ വരുന്നതാണ് അതർ ടാക്സോണമിക് എയ്ഡ്സ്. അപ്പോൾ ഏതൊക്കെയാണ് വേറെ ടാക്സോണമിക് എയ്ഡ്സ്? ഫ്ലോറ, അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മാനുവൽസ്, മോണോഗ്രാഫ്സ് ആൻഡ് കാറ്റലോഗ്സ്. ഇതെല്ലാം തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി സഹായിക്കുന്നതാണ് ഈ ടാക്സോണമിക് എയ്ഡ്സ്. ഫ്ലോറ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഒരു പെർട്ടിക്കുലർ റീജിയണിലെ ടോട്ടൽ പ്ലാന്റ് സ്പീഷീസിൻ്റെ ഒരു ലിസ്റ്റ് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പ്ലാന്റ്സിൻ്റെ ഒരു ഇൻഡെക്സ് ആണ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പ്ലാന്റ് സ്പീഷീസിൻ്റെ ഹാബിറ്റാറ്റും ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഒരു അക്കൗണ്ട് ആ ഫ്ലോറയിൽ ഉണ്ടാവും. അപ്പം എന്തൊക്കെയാണ്? These contain the actual account of habitat and distribution of plant species. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റ് സ്പീഷീസിൻ്റെ വാസസ്ഥലവും, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് അത് കാണുക, of plant species of a given area. It provides the index to plants occurring in a particular area. അപ്പോൾ ഒരു ഏരിയയിലുള്ള പ്ലാന്റ് സ്പെസിമെൻസിനുള്ളൊരു ഇൻഡെക്സ് ആണ് ഈ ഫ്ലോറ എന്ന് പറയുന്ന ബുക്ക്, ടാക്സോണമിക് എയ്ഡ്. ദെൻ കംസ് മാനുവൽസ് ഓർ മാനുവലുകൾ മലയാളത്തിൽ. These provide an information for
Identification of names of species occurring in an area. അപ്പോൾ ഒരു ഏരിയയിൽ സ്പീഷീസിൻ്റെ പേരുകൾ തിരിച്ചറിയാൻ വേണ്ടി ഇൻഫർമേഷൻ തരുന്നൊരു ടാക്സോണമിക് എയ്ഡാണ് മാനുവൽസ്. അപ്പോൾ ഒരു ഏരിയയിലുള്ള സ്പീഷീസിനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാക്സോണമിക്കൽ എയ്ഡാണ് മാനുവൽസ്. These provide an information for identification of names of species occurring in an area. Then comes monographs, പ്രബന്ധങ്ങൾ, മോണോഗ്രാഫുകൾ. That is, ഏതെങ്കിലും ഒരു ടാക്സൺ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഒരു ടാക്സോണമിക് കാറ്റഗറിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ ഒബ്ജക്റ്റാണ് ഒരു ടാക്സൺ. അപ്പം ഏതെങ്കിലും ഒരു ടാക്സോണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നതാണ് മോണോഗ്രാഫ്. ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സൺ, അത് ഫാമിലി ആയിക്കോട്ടെ, ജീനസ് ആയിക്കോട്ടെ. The last taxonomical aid is catalogs. കാറ്റലോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കൂടി ഒരു കാറ്റലോഗ് കിട്ടും അല്ലേ? അതായത് ആ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് എന്തെല്ലാം പാർട്സാണുണ്ട്, ആ പാർട്സിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താണ്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് ആ കാറ്റലോഗ്സിലുണ്ടാവും. അതേപോലെ കാറ്റലോഗ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ it gives a list of publications. എന്തെല്ലാം പബ്ലിക്കേഷൻസ്? അതായത് പീരിയോഡിക്കൽസ്, ഡിക്ഷണറീസ്, മാഗസീൻസ്, എന്തോ ആയിക്കോട്ടെ. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നതാണ് കാറ്റലോഗ്സ്. പുതിയ പുതിയ ടാക്സോണമിക് സ്റ്റഡീസ് നടക്കുന്നതിൻ്റെ എല്ലാ വിവരങ്ങളും ഈ കാറ്റലോഗ്സിലുണ്ടാവും. അപ്പോൾ ദീസ് പ്രൊവൈഡ് ദ ലിസ്റ്റ് ഓഫ് പബ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത സെഷനിൽ നമുക്ക് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ, ബൈ ബൈ.